നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ വീക്ക്ലി 6 ഡേയ്സ് വെറൈറ്റി കളക്ഷൻസുമായിട്ട് റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്, റെഡിമെയ്ഡ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ചുരിദാർ ബിറ്റ്സ്, ചുരിദാർ മെറ്റീരിയൽ ഉണ്ട്. അങ്ങനെ ഓരോ വ്യത്യസ്തമായ വീഡിയോകളാണ്. ഷോർട്ട് വീഡിയോകൾ വരുന്നുണ്ട്, ഷോർട്സ് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം ആവശ്യമാണ്. അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒട്ടും വറീഡ് ആവണ്ട. നമ്മൾ 1 by 1 ആയിട്ട് നോക്കി വരുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 3 നമ്പേഴ്സ് ഓർഡർ എടുക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. അതിൽ വാട്സപ്പിലൂടെ മെസ്സേജ് മാത്രമേ അവിടെ അറ്റൻഡ് ചെയ്യുള്ളൂ. ഓർഡേഴ്സ് നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടുന്നതല്ല. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം നമ്മൾ പതിവിന് വിപരീതമായിട്ട് ഇന്ന് ചുരിദാർ മെറ്റീരിയൽസിന്, ചുരിദാർ ബിറ്റ്സിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒട്ടും വറീഡ് ആവേണ്ട. റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ, വെറൈറ്റി വീഡിയോ നാളെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുർത്തീസിൻ്റെ വീഡിയോ കണ്ടല്ലോ അല്ലേ, അതൊരു വീഡിയോയും നമ്മൾ ഒരുപാട് പേർക്ക് പെൻഡിങ് ഉള്ളത് കൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കുറേ ബിറ്റ്സ് ഒക്കെ കിട്ടാതെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഒരു വീഡിയോ ഇപ്പോൾ വരികയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും വരും. ഒട്ടും വറീഡ് ആവേണ്ട. റണ്ണിങ് മെറ്റീരിയൽസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മൾ നാളെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്ന് കണ്ടു തുടങ്ങാം ഒട്ടും സമയം പോവാതെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന സെറ്റ് ഒരു പ്രീമിയം സെറ്റാണ്. നമ്മളൊരു സെമി മൊഡാൽ എന്ന് പറയാം, ഒരു മൊഡാൽ സെമി മൊഡാൽ മസ്ലിൻ മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്രീമിയം ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതിൽ ടോപ്പ് വരുന്നത് 2.4 മീറ്റേഴ്സ്, 2.40 ടോപ്പ് വരുന്നത്. ഞാൻ ഓരോ സെറ്റിൻ്റെയും സൈസ് ആദ്യം പറയും, അത് ശ്രദ്ധിക്കണേ, റേറ്റും പറയും. പിന്നെ ബോട്ടം വരുന്നത് 2 മീറ്റേഴ്സ്, 2 മീറ്ററാണ്. അത് സാൻറ്റൂൺ ബോട്ടമാണ് വരുന്നത്. പിന്നെ ദുപ്പട്ട വരുന്നതും 2.4 മീറ്റേഴ്സ്, 2.40 വരുന്നത് ദുപ്പട്ട. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് കണ്ടു തുടങ്ങാം. അപ്പോൾ ഇതിൽ ടോപ്പ് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു. നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന മൊഡാലില്ലേ, അതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു തിക്നെസ് കുറവായതാണ്. എന്നാലും ആ ഒരു പ്രീമിയം കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. 2.40 ഉണ്ട് ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മൊഡാലിൻ്റെ അതേ ഫിറ്റിംഗ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ തോന്നുന്നുണ്ട്. അത്രയും സോഫ്റ്റായ ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു അതിൻ്റെ വ്യൂ. റേറ്റ് വരുന്നത്, റേറ്റ് കൂടെ പറഞ്ഞിട്ട് 2590, 2590 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വാല്യൂ ഉള്ള സെറ്റ് തന്നെയാണ് കേട്ടോ. ഒട്ടും വറീഡ് ആവണ്ട. ഇതാ ഇങ്ങനെ വരുന്നു. നല്ലൊരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇത് കുറച്ചിങ്ങനെ ഒരു ഫ്ലോയിങ് ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ സ്ലിമ്മായിട്ടൊക്കെ ഫീൽ ചെയ്യാൻ പാകത്തിന് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ലൈനിങ് ഇല്ലാതെയും ചെയ്യാം, പക്ഷേ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന ഒരു ഫീൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് വെക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ വരുന്നു. അതിൻ്റെ ബോട്ടം വരുന്നത് കുറച്ചൊരു പ്രീമിയം സാൻറ്റൂൺ ഫാബ്രിക്കിലാണ്. ഇങ്ങനെ വരുന്നു. ഡാർക്ക് മെറൂൺ കളറിൽ തന്നെയാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്നു. ദുപ്പട്ട ആ ഒരു സെയിം പാറ്റേണിൽ വരുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെ വരുന്നു. 2 സൈഡിൽ ബോർഡർ ഉണ്ട്, എൻഡിൽ ടാസൽസും ഉണ്ട്. ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ വ്യൂ. അപ്പോൾ ഒരു ഫുൾ സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. മൊഡാൽ സിൽക്കിലാണ് വരുന്നത്. ഇങ്ങനെ മൊഡാൽ ഒരുപാട് പലതര കാറ്റഗറിയിൽ വരുന്നുണ്ട്. മൊഡാൽ സാറ്റിൻ, മൊഡാൽ പ്യുവർ നമ്മൾ ഫാബ്രിക് കൊണ്ടിരിക്കുന്ന പ്യുവർ മൊഡാലാണ്. അത് മീറ്റർ 530, അത് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോസും കൂടെ നോക്കിയാൽ മതി. ഇത് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു റേറ്റ് കുറഞ്ഞ ഒരു സാറ്റിൻ കാറ്റഗറിയിലേക്ക് പെടുന്ന മൊഡാൽ സിൽക്കിൽ 3 പീസ് സെറ്റാണ്. 2590, 2590 വരുന്നത് ഇതിൽ. അപ്പോൾ ഫസ്റ്റ് സെറ്റ് അങ്ങനെ. ഇനി നമുക്കപ്പോൾ അതിൽ നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. സെയിം സൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ വരുന്നു. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഗ്രീൻ. ഇതിൻ്റെ ബോട്ടം നമ്മുടെ സ്ലബ് സിൽക്കിലാണ് വരുന്നത് കേട്ടോ. ഓരോതിൻ്റെ ഓരോ പോലെ. ഇത് സ്ലബ് സിൽക്കിലാണ്, ഗ്രീൻ ബോട്ടമാണ് വരുന്നത്. ദുപ്പട്ട ഇങ്ങനെ വരുന്നു. നമ്മൾ ആദ്യം കണ്ട പാറ്റേണിൽ തന്നെ ദുപ്പട്ട. ഇങ്ങനെ എൻഡിൽ ടസൽസ്, ബോർഡർ ഉണ്ട്. 2 സൈഡിലും ഇങ്ങനെ വീതി കുറഞ്ഞൊരു ബോർഡറും കൂടെ വരുന്നുണ്ട്. കുറച്ചൊരു ഫ്ലോയിങ് ദുപ്പട്ട ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഫുൾ സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെ. ആ ഒരു പ്രീമിയം സെറ്റിൻ്റെ മൊഡാൽ മെറ്റീരിയലിൽ വരുന്ന നമ്മളൊരു പാനൽ കട്ടിൻ്റെ പോലത്തെ ഒരു ഫീൽ തരും. 3 പീസ് കട്ടിങ്ങിൻ്റെ ഫീൽ തരും. ആ ഡിസൈൻ പാറ്റേൺ അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇത് 2590, 2590 സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് നമ്മളൊരു ബ്രിക്ക് റെഡിലേക്ക് എത്തുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ പറയില്ല, ഡാർക്ക് കളർ, നമ്മളൊരു മഡ് കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറാണ്. ഇങ്ങനെ വരും. നമുക്ക് ശരിക്കും 3 പീസ് കട്ടിങ് ചെയ്ത് നമ്മളൊരു പാച്ച് വെച്ച് ചെയ്യുന്ന അതേ ഒരു ഫീലിൽ വരുന്ന രീതിയിലുള്ള ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു.
ഇപ്പോൾ ഈ ലൈൻസ് പാറ്റേണിൽ വരുന്നതുകൊണ്ട് ഒന്നും കൂടെ സ്ലിം ആയിട്ട് തോന്നാനും ഒക്കെ നല്ലതാണ്. ഇതാ ഇങ്ങനെ വരും തേർഡ് കളറ്. അതിൽ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെ ഒരു പ്രീമിയം സാൻഡൂണാണ് ബോട്ടം വരുന്നത്. ഇതാ ഇങ്ങനെ വരുന്നത്. അതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഫാബ്രിക്കിലും ശ്രദ്ധിക്കണേ. ഇതാ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. അപ്പോൾ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും സെറ്റ്സ് പ്രിഫർ ചെയ്യുന്നവർക്കുള്ള ആ ഒരു പ്രീമിയം സെറ്റ്സ് പ്രിഫർ ചെയ്യുന്നവർക്കുള്ള നല്ല ചോയ്സ്. ഇങ്ങനെ 2590 2590 ഇതാണതിൽ ഫസ്റ്റ് സെറ്റ്. അപ്പോൾ നമ്മൾ ഓരോ പല റേറ്റിലുള്ള പല പല സെറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന നമ്മൾ ഹക്കോബയിൽ ബാട്ടിക് പ്രിൻറ്റ് വരുന്ന സെറ്റ്സാണ്. അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിൽ ടോപ്പ് വരുന്നത് 2.75 മീറ്റേഴ്സ്, 2.25 മീറ്റർ ടോപ്പ് വരുന്നുണ്ട്. ബോട്ടം വരുന്നത് 2.4, 2.40 ബോട്ടം. ദുപ്പട്ട വരുന്നത് 2.5, 2.5 മീറ്ററിൽ ദുപ്പട്ടയും വരുന്നുണ്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് 1380, 1380 രൂപയ്ക്ക്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയൊരു റേറ്റിലാണ് വരുന്നത്. കോട്ടൺ ആണ്. അപ്പോൾ നമ്മൾ കോട്ടൺ സെറ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഏത് കോട്ടൺ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് ബ്രൈറ്റ് കളേഴ്സ് ആകുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഇതാ ഇങ്ങനെ വരുന്നു. ഹക്കോബയിൽ ബാട്ടിക് പ്രിൻ്റ് ആണ് വരുന്നത്. ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. ഇതുണ്ടോ ഇങ്ങനെ വരുന്നു. സെറ്റിൻ്റെ ബാക്ക് സൈഡും കൂടെ കാണിക്കാൻ പറഞ്ഞവരുണ്ട്. ചില സെറ്റ് ജോർജറ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ബാക്ക് കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചിലപ്പോൾ വീണ് പോകും. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇങ്ങനെ ആദ്യത്തേൽ ഞാൻ കാണിക്കാൻ മറന്നുപോയി. ജസ്റ്റ് നോക്കട്ടെ, ഒരു സെറ്റിൻ്റെ ഞാൻ കാണിച്ചില്ല. ജസ്റ്റ് ലൈൻസ് മാത്രമാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ ബാക്ക്. നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ഫ്രണ്ടും ബാക്കും ലൈൻസാണ് വരുന്നത്. ഇനി ഓരോന്ന് ഓർക്കുകയാണെങ്കിൽ അത് ചെയ്യാം. ചില സെറ്റുകൾക്ക് നമുക്കിങ്ങനെ ഫ്ലോയിങ് ഫാബ്രിക് ആകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നല്ല നോക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്നു. 1380, 1380 നല്ല ഒരു സെറ്റാണ്. കോട്ടൺ ലവേഴ്സ് നല്ല ചോയ്സ്. ഇത് ഡാർക്ക് ഒരു ലൈലാക്കിൻ്റെ ഡാർക്കായ ഒരു വയലറ്റിലേക്ക് എത്തുന്ന ആ ഒരു കളറും ബ്ലാക്കും കൂടെ കൂടിയതാണ്. ബോട്ടം വരുന്നത് സാധാ കോട്ടൺ ബോട്ടമാണ്. ഈ ഒരു ഇതിൽ പ്രിൻറ്റിൽ വരുന്ന ആ ഒരു കളറിൽ. ദുപ്പട്ട വരുന്നത് നല്ല മൽക്കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ്. കോട്ടൺ ദുപ്പട്ടയാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ. ക്ലിയർ അല്ലേ? ഇങ്ങനെ ദുപ്പട്ട കോട്ടൺ ദുപ്പട്ടയാണ്. ഇതാ ഇങ്ങനെ വരുന്നു. കോട്ടൺ സെറ്റൊക്കെ ആകുമ്പോൾ എപ്പോഴും ഫസ്റ്റ് വാഷിന് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്തോളൂ കേട്ടോ. അത് നല്ലത്. അതിൻ്റെ ആ ഒരു ഫിനിഷിങ് പോവാതിരിക്കാനും കളർ ആ ബ്രൈറ്റ്നെസ് നിൽക്കാനും ഒക്കെ നല്ലത് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. ഇനി അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് നമ്മളൊരു ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. അതേപോലെ തന്നെ സെയിം പാറ്റേണിൽ ഹക്കോബയിൽ ബാട്ടിക് പ്രിൻ്റാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ഇതെല്ലാം നമുക്ക് ആ ഒരു 3 പീസ് സെറ്റിൻ്റെ ഫീൽ തരുന്ന രീതിയിലാണ് ഇങ്ങനെ വരുന്നു. അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഇങ്ങനെ വരുന്നു. ഇനി അതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ സെറ്റ് ചെയ്ത് കാണിക്കുന്നതിൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ വരും ടോപ്പ്. ബോട്ടം പ്ലെയിൻ കളർ. നമ്മൾ ഇതിൻ്റെ ബോട്ടത്തിനൊക്കെ നമ്മൾ ഒരു സാധാ കോട്ടൺ അത്രേ പ്രതീക്ഷിക്കാവുള്ളൂ. ഒരുപാട് ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. നമ്മൾ ഈ സെറ്റിൽ വരുന്ന ചിലതിനൊക്കെ സാധാ ഒരു കോട്ടൺ ബോട്ടം. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. പക്ഷെ നമ്മൾ ടോട്ടൽ നോക്കുക ഔട്ട്ലുക്ക് നല്ലതല്ലേ. ഏതും നമ്മളൊരു ബാട്ടിക് ലവേഴ്സിന്, കോട്ടൺ ലവേഴ്സിന് ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. 1380. കാരണം ഹക്കോബയിൽ ബാട്ടിക് പ്രിൻ്റാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു 1380. അപ്പോൾ അതങ്ങനെ. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ. എല്ലാം മൂന്നും നല്ല കളേഴ്സാണ് വരുന്നത്. ഇതിൽ ഇങ്ങനെ വരുന്നു 1380 രൂപ. ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ വരുന്നു. ഇതിൽ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ബോട്ടം അതിൽ വരുന്ന ആ ഒരു ഗ്രീൻ കളറിൽ പ്ലെയിൻ ബോട്ടം. നമുക്കിതിനൊക്കെ നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ബോട്ടം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബോട്ടം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ വരുന്നു. ഹക്കോബ ആയതുകൊണ്ട് ലൈനിങ് വെച്ചിട്ട് വേണം, ഹോൾസ് ഉള്ളതാണ്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. അപ്പോൾ 3 നല്ല ഭംഗിയുള്ള കളേഴ്സ്. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. 1380 രൂപ. ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും ജോർജറ്റിലേക്കാണ്. കാരണം ഇപ്പോൾ ഒരു ഫംഗ്ഷൻസൊക്കെ നടക്കുന്ന സമയമല്ല. അപ്പോൾ ഒരു പാർട്ടി ഒരു പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഇതിൽ. നമ്മളിനി ബ്രൈറ്റ് കളേഴ്സിന് മുമ്പത്തെ കുറച്ച് വീഡിയോസിൽ കാണിച്ച് ഓരോന്നും മാറി മാറി ചെയ്യും. ഇത് വരുന്നത് ജോർജറ്റിൻ്റെ താഴെ നല്ല സ്കാലപ്പോട് കൂടിയ നല്ല ഭംഗിയുള്ളൊരു വർക്ക്, എംബ്രോയ്ഡറി വർക്കോട് കൂടിയതാണ്. അതിൻ്റെ ടോപ്പ് വരുന്നത് 2.35, 2.35 ടോപ്പ് വരുന്നത്.
ബോട്ടം വരുന്നത് 2 മീറ്റർ 2 മീറ്റേഴ്സ്. ദുപ്പട്ട വരുന്നത് 2.4 2.40 വരുന്നത്. ഇതിൽ ലൈനിങ് വരുന്നുണ്ട്. ലൈനിങ് പക്ഷേ ഇതിൻ്റെയൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ലൈനിങ് അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ലൈനിങ് ഫുൾ സൈസ് തികയില്ല, ഒന്നിലധികം എണ്ണത്തിലും തികയാറില്ല. ഇത് 1.5 മീറ്റർ കഷ്ടി 1.45 ലൈനിങ് ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസ് ഒപ്പിച്ച് വെക്കാൻ പറ്റും, എങ്കിലും സ്ലീവിനൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് മനസ്സിലാക്കി ഇരിക്കണം കേട്ടോ. ലൈനിങ് നമുക്ക് എപ്പോഴും ഒരുപാട് സൈസിലുള്ളതാവില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1300 രൂപ, 1300 1300 രൂപയ്ക്ക് ശരിക്കും നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ജോർജറ്റ് ഫാബ്രിക്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇതാണ് ബോട്ടവും ലൈനിങ്ങും വരുന്നത്. സാൻറ്റൂൺ ബോട്ടം ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ആ ഒരു ഷൈനിങ് ടൈപ്പുള്ള ആ ഒരു ബോട്ടം. ഇതാ ലൈനിങ് എടുത്ത് കാണിക്കുമ്പോഴേ നമ്മളെ കളറ് കറക്റ്റ് കിട്ടില്ല. അതാണ് ഫ്രണ്ട് ബാക്ക് സൈഡിൽ വർക്കില്ല, പ്ലെയിൻ ജോർജറ്റാണ് വരുന്നത്. ഇങ്ങനെ വരും. ഫ്രണ്ട് പീസിൽ ഇങ്ങനെ കണ്ടോ ഒരു നല്ലൊരു ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്. ചെറിയ ചെറിയ ഒരു ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്. താഴ്ഭാഗത്ത് കണ്ടോ നല്ലൊരു വർക്ക് ഫ്രണ്ട് പീസിൽ. സൈഡ് സ്ലിറ്റുള്ള പാറ്റേൺ ചെയ്യാനായിരിക്കും കേട്ടോ നല്ലത്. ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ലുക്ക്. ഈ ഒരു ലൈനിങ് ഇങ്ങോട്ട് മാറിയതുകൊണ്ട് കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ്, എല്ലാത്തിൻ്റെയും പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത്. ദുപ്പട്ട കണ്ടോ നല്ല അത്യാവശ്യം നല്ല ഹെവി ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയുടെ 2 സൈഡിലും ഈ ഫുള്ളി വർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 1300 രൂപയ്ക്ക് ശരിക്കും ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ നല്ലൊരു സംഭവമാണ്. ഇതിന് 1 സൈഡ് ഇടുന്നവർക്ക് ഇങ്ങനെ ഇടാൻ നല്ലതാണ്. 2 സൈഡ് ഇടേണ്ടവർക്കും അത്യാവശ്യം 2.40 കണ്ടല്ലേ ഞാൻ പറഞ്ഞു, 2.4 2.40 ഉണ്ട് ലെങ്ത്ത്. അങ്ങനെ വരും. തലയിലൂടെ ഇടേണ്ടവർക്കാണെങ്കിലും ഈ സംഭവങ്ങൾ ഇതിങ്ങനെ ഇങ്ങനെ ഭംഗിയിൽ ഫ്രണ്ടിൽ നിൽക്കും. ഞാനിട്ട് ഇനി കാണിക്കുന്നില്ല, എൻ്റെ മുടി ഇടാവും. അപ്പോൾ അതങ്ങനെയാണ്. ഫസ്റ്റ് സെറ്റ് 1300 രൂപ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ് 1300 രൂപയ്ക്ക് ജോർജറ്റ് ഫാബ്രിക്കിൽ. നെക്സ്റ്റ് വരുന്നത് നമ്മളൊരു മൗ കളറിൻ്റെയും ഗ്രേഡയുടെ ഇടയിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റ്. ഇതാ ഇങ്ങനെ വരുന്നു. അതിൻ്റെ ലുക്ക് 1300 രൂപ. ഞാൻ എൻ്റെ ബാക്ക് സൈഡ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ആ ലൈനിങ്ങോട് കൂടി പിടിക്കാൻ നോക്കട്ടെ. പക്ഷേ അല്ല അതിൽ വേറെ ഫോൾഡാണ്, അപ്പോൾ അത് കറക്റ്റ് കിട്ടുമോ അറിയില്ല. അങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ നമ്മൾ മൗ കളറും അല്ല ഗ്രേയും അല്ലാത്ത ഇൻ ബിറ്റ്വീൻ വരുന്ന എല്ലാത്തിനും ഒരു പേസ്റ്റൽ ചാർട്ട് എന്ന് പറയാം. അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ. ജോർജറ്റ് ലവേഴ്സ് മിസ്സാക്കണ്ട കേട്ടോ. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ കാരണം ജോർജറ്റ് നമുക്കറിയാം. ഇനി ഇതിനെ നമുക്കിത് കോട്ടൺ ലവേഴ്സിന് ഇത് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനുള്ള ചോയ്സ് പറഞ്ഞാൽ നമ്മൾ ബ്ലൗസ് പീസിലൊക്കെ വരുന്ന സോഫ്റ്റ് മെറ്റീരിയൽ ലൈനിങ് വയ്ക്കുക. ഇങ്ങനെ വരുന്നു 1300 രൂപ. ഇങ്ങനെ വരുന്നു. അതായിരുന്നു സെക്കൻഡ് കളറ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്. ഓരോന്നിൻ്റെയും ആ ഒരു ബ്രൈറ്റ് വേർഷൻ അല്ല, ലാവൻഡറിൻ്റെ തന്നെ നല്ലൊരു പേസ്റ്റൽ ടച്ച് വരുന്ന ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണിത്. ഇങ്ങനെ വരുന്നു. ക്യാമറയിൽ നിങ്ങൾ കാണുന്നതിനേക്കാളും എപ്പോഴും കുറച്ച് കളേഴ്സ് ലൈറ്റ് ആയിരിക്കും. അത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കിയാൽ മതി. ഇത് നമ്മൾ നോർമൽ ലൈറ്റ് തന്നെയാണ് എങ്കിലും നമ്മൾ കാണും. പിന്നെ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, നിങ്ങൾ കാണുന്ന ഇൻസ്ട്രുമെൻറ്റ് അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. ഇങ്ങനെ വരും. ലാവൻഡർ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. നമ്മൾ HD ക്വാളിറ്റിയിൽ എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കുറേ ക്ലാരിറ്റിയിൽ പ്രശ്നം പറഞ്ഞു. ഞങ്ങൾ ചെക്ക് ചെയ്ത് നമുക്ക് നോക്കിയിട്ട് പ്രത്യേകിച്ച് കണ്ടില്ല. ഇത് നമ്മൾ പോർട്രേറ്റ് മോഡൽ എടുക്കുന്ന വീഡിയോസാണ്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ എണ്ണി മെറ്റീരിയൽസിൻ്റെ എടുക്കുന്ന വീഡിയോസ് ഇങ്ങനെ വരുന്നത്. അത് നമ്മൾ ഫോൺ ചെരിച്ച് പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ വ്യൂ വരിക. ഇത് നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത്, അതായത് നിങ്ങൾ ഫോണിൽ കാണുമ്പോൾ നിങ്ങളുടെ വലതുവശത്ത് താഴെ ഒരു ചതുര ആകൃതി കാണാം. അതിൽ പ്രസ് ചെയ്യുമ്പോൾ, ഇത് അറിയാത്തവരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്, അറിയുന്നവർ വിചാരിക്കില്ല എന്താന്ന്. അതിലൊന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് വീഡിയോ നമ്മുടെ ഫുൾ വ്യൂവിൽ വരിക. അങ്ങനെ കാണാൻ നോക്കണേ. പിന്നെ അതിലൊരു 1080p എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സിൽ ആ ഒരു ലെവലിലേക്ക് ഇതിൽ സെറ്റിങ്സിൽ ഇത് മാറ്റണം നിങ്ങൾ. അപ്പോഴാണ് അതിൻ്റെ ക്ലാരിറ്റി ഒന്നുകൂടെ വരിക. അത് ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടാം. ഇത് 1300 രൂപ. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പിസ്ത ഗ്രീനിൽ, അതിൽ 4th കളർ വരുന്നത് ലൈറ്റ് പിസ്ത ഗ്രീനിലാണ്. ഇങ്ങനെ വരുന്നു. അതിൻ്റെയും ബോട്ടം ആൻഡ് ലൈനിങ് ശരിക്കും ഇത് ബോട്ടം 2 മീറ്ററും 1.45 1.5 മീറ്റർ അടുത്ത് 3.5 മീറ്റർ, ചിലത് 3.40 ഈ ബോട്ടം ലൈനിങ്ങും കൂടെ ഉള്ള പീസ് വരിക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ലൈനിങ് വെച്ചിട്ട് ബോട്ടത്തിന് വേറെ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. കംഫർട്ടബിൾ ആയ രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. പേസ്റ്റൽ ടച്ച് വരുന്ന ഇതിൽ 4th കളർ ലൈറ്റ് പിസ്ത ഇങ്ങനെ വരുന്നു. 1300 രൂപയാണ് കേട്ടോ. 1300 ഇത് ഇങ്ങനെ വരുന്നു. അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ. അപ്പോൾ ജോർജറ്റ് ലവേഴ്സിന് കംഫർട്ടബിളായ രീതിയിൽ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക്, അപ്പോൾ ഓരോരുത്തർ
ഓരോരുത്തരുടെയും വ്യത്യസ്തമായ അഭിരുചിക്ക് അനുസരിച്ച് വ്യത്യസ്തമായ സെറ്റുകളാണ് നമ്മൾ ഓരോ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയയ്ക്കുക, ഒരു പ്രാവശ്യം മാത്രം അയയ്ക്കുക, എന്നിട്ട് റിപ്ലൈ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനിയും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റിൽ തന്നെയാണ്. അതിൽ ബ്രാസോ ദുപ്പട്ട വരുന്നതും, ബ്രാസോ ദുപ്പട്ട മാത്രമല്ല നിങ്ങളുടെ നെക്ക് പോർഷൻ യോക്ക് പോർഷൻ വരെ വരുന്ന ഭംഗിയുള്ളൊരു വർക്ക്, കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം കൂടെ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് വരുന്നത്. ഒരു എംബ്രോയിഡറിയുടെ മുകളിൽ ബീഡ് വർക്കാണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ടോപ്പ് വരുന്ന 2.4 240, ഇതൊക്കെ 2.5 എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ്. പക്ഷേ അത് ആക്ച്വലി നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ആണ് പറയുന്നത്. 2.4 240 ഉണ്ടാവുള്ളൂ. പിന്നെ ബോട്ടം വരുന്ന 2. ഈ 2.5 മീറ്റർ ആകുമ്പോഴാണ് നമുക്ക് 46 ഇഞ്ച് ലെങ്ത്ത് കിട്ടുക. അപ്പോൾ 2.40 ആണെന്ന് വെച്ചാൽ ലെങ്ത്ത് കിട്ടാതിരിക്കില്ല. ജസ്റ്റ് നമുക്ക് ഇവിടെ ചെറിയൊരു ഷോൾഡർ ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെങ്ത്തിൽ കിട്ടും. പിന്നെ ഈ ബോട്ടത്തിൻ്റെ വെച്ചിട്ട് എന്തെങ്കിലും മോഡൽ ചെയ്യാം. പിന്നെ ദുപ്പട്ട വരുന്നത് 2.3 230 ലൈനിങ് 160 ഉണ്ട്, 1.6 മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന കളറ് ഗ്രീൻ അല്ലേ, ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറാണേ. അതിൻ്റെ ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നത്, ബോട്ടം ആൻഡ് ലൈനിങ് വരുന്നതാണിത്, സാൻറ്റൂൺ ഫാബ്രിക് ഇങ്ങനെ വരുന്നു. അതിൽ ടോപ്പ് വരുന്നത് ഇങ്ങനെ, ആ ലൈനിങ് മാറ്റുമ്പോൾ കറക്റ്റ് ഇച്ചിരി ഇങ്ങനെ വരും. നെക്ക് പോർഷൻ ഇത് ഇവിടെ വരുന്നത് കേട്ടോ, ഇങ്ങനെ വരും. അപ്പോൾ അത് കറക്റ്റ് നിൽക്കും, ഈ വർക്ക് നമ്മൾ ഈ യോക്കിൻ്റെ അവിടേക്ക് കറക്റ്റ് നിൽക്കും. ഇങ്ങനെ വരുന്നു. ലൈനിങ് മാറ്റുമ്പോൾ കറക്റ്റ് കുറച്ച് കളർ അറിയുന്നുണ്ട്. ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന കൂട്ടത്തിൽ ഏത് കളറാണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ. സെറ്റിന് എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമായത് അയക്കുമ്പോൾ കൂടുതൽ ചോയ്സസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് അയക്കണേ. നമ്മൾ ദുപ്പട്ടയുടെ പീസ് കൊണ്ട് ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ താഴെ. ഇങ്ങനെ വരുന്നു. റേറ്റ് വരുന്നത് 1430 1430 വരുന്നത്. ഇങ്ങനെ വരുന്നു. നെക്ക് പോർഷനിൽ നല്ല ഭംഗിയില്ല ജോർജറ്റ് മെറ്റീരിയലിൽ ബ്രാസോ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ബ്രാസോ ദുപ്പട്ടയോട് കൂടിയ നല്ല ഭംഗിയുള്ള ഈ ബ്രാസോ ദുപ്പട്ട ഈ ബ്രാസോ മെറ്റീരിയൽ നമ്മളതിന് പണ്ട് റണ്ണിങ് കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു, അറിയാലോ അല്ലേ. പിന്നെ കുറേ കാലം ചോദിച്ചിരുന്നതിൽ ഇത് തന്നെ നമ്മൾ ആ ഒരു ഇങ്ങനെ വരിക ബ്രാസോ ദുപ്പട്ട പറഞ്ഞാൽ 1430 1430 ടോപ്പിൻ്റെ കളർ ഏതാണോ ആ കളറിലാണ് ദുപ്പട്ടയിൽ ഇത് വരുന്നത്, ബേസ് ഫാബ്രിക് വരുന്നത്. അതിൽ ആ ഒരു വർക്ക് ക്ലിയർ ആണോ? 1430 പ്ലെയിൻ ബാക്ക് പീസ് പ്ലെയിൻ ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അതങ്ങനെ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ കളർ, മുന്തിരി കളറിൽ ഡാർക്ക് ഇങ്ങനെ വരുന്നു. ഇത് ഞാൻ ഫുള്ള് വിടുത്താതെ ഇങ്ങനെ കാണിച്ചു നോക്കട്ടെ കേട്ടോ, മതിയോ? ഇങ്ങനെയാണ് വരുന്നത്. അത് ഫുള്ള് എടുത്തുമ്പോൾ നമുക്ക് ആ ലൈനിങ്ങിൻ്റെ അടിയിൽ നിന്ന് മാറി പോകുമ്പോഴേ കളർ കറക്റ്റ് അറിയില്ല. ഞാൻ എൻ്റെ ദുപ്പട്ട കാണിച്ചു തരാം. എന്നെ ഹെൽപ്പ് ചെയ്യാൻ സൗജത്തുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരും ടോപ്പും ദുപ്പട്ട. ഇത് വൈൻ കളറിൽ 1430. ഞാൻ ഓരോന്നിൻ്റെ സൈസ് പറയുന്നത് ആദ്യം പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കണേ. സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഡീറ്റെയിൽസ് അറിയാതെ പോവല്ലേ. നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ അല്ലേ. ഈ രാത്രി ലൈറ്റിലും ഇച്ചിരി വെപ്രാളം കൂടെ ഉള്ളതുകൊണ്ടേ കളർ കറക്റ്റ് അറിയണില്ല. അത് വിടുന്നു പോയി. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. വിടുന്നു പോകുന്നത് ഇങ്ങനെ കാണിക്കാം. ഇതാ നേവി ബ്ലൂ 1430 രൂപ. ഇങ്ങനെ വരുന്നു. അതിൻ്റെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി. ഓരോരോ സീസണിൽ ഓരോരോ ഐറ്റംസ് വരില്ലേ. പക്ഷെ ഇതൊക്കെ നമുക്ക് എപ്പോഴും കാഷ്വൽ വെയർ ആയിട്ടും ഫോമലായിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. 1430 രൂപയ്ക്ക് നേവി ബ്ലൂ കളറിൽ ഇങ്ങനെ വരുന്നു. അത് ഇനി നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗണിലാണേ. ഇങ്ങനെ കിട്ടും. നല്ലൊരു ഭംഗിയുള്ള വർക്ക് ഇവിടെ വരും. താഴെ പൈപ്പിങ്. പിന്നെ നമ്മൾ ആ ദുപ്പട്ട നല്ല ഒരു ദുപ്പട്ട ഇങ്ങനെ ബ്രാസോ ദുപ്പട്ട കോഫി ബ്രൗൺ. ഇതിൽ കളർ ഏതാണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ, കാരണം എല്ലാം ഡാർക്ക് കളേഴ്സ് ആയതുകൊണ്ട് സ്ക്രീൻഷോട്ടിൽ ക്ലിയർ ആയില്ലെങ്കിലോ. ഇങ്ങനെ കോഫി ബ്രൗൺ എല്ലാം ഒരു ബ്ലാക്കിൻ്റെ ഫീൽ തരുന്ന കളേഴ്സാണ്, നല്ല ഡാർക്ക് കളേഴ്സാണ്. 1430 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇന്ന് ജോർജറ്റ് ഫാബ്രിക് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോട്ടൺ ലവേഴ്സ് വിഷമിക്കുന്നുണ്ടാട്ടോ, എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ ഓരോരോ സീസണിലും ഓരോരോ എൻക്വയറി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതും നമ്മൾ ഫോക്സ് ജോർജറ്റിൽ തന്നെ വർക്ക് വരുന്ന മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്ക്. അതിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. അതിൽ കണ്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ നല്ല ചാർട്ട്. അതിൻ്റെ കളർ ചാർട്ടും നല്ലതാണ്. ഇത് നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീനിലാണ് വന്നിരിക്കുന്നത്. ടോപ്പ് 2.5 2.5 മീറ്റർ ടോപ്പ് ഉണ്ട്. ബോട്ടം വരുന്നത് 2 മീറ്ററാണ്. ദുപ്പട്ട വരുന്നത് 2.4 240 ദുപ്പട്ട വരുന്നുണ്ട്. ലൈനിങ് 1.6 160. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷന്. ഫ്രണ്ട് പീസിൽ മാത്രമാണ് വർക്ക് വരുന്നത്. ഇങ്ങനെ കാണിക്കുമ്പോൾ അത് വിടുന്നു പോവാതെ കിട്ടിയതാണ് ഭംഗി കാണാൻ. നോക്കട്ടെ. പക്ഷെ ആ കളറ് ഇങ്ങനെ വരും.
നെക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. അത് കണ്ടോ, നെക്ക് പോർഷനിൽ നല്ലൊരു യു നെക്ക് കിട്ടും നമുക്ക്. നെക്കിൻ്റെ അവിടെ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. 1140 1140 റേറ്റ് വരുന്നത്. ഇങ്ങനെ വരും. അതിൻ്റെ ദുപ്പട്ട 2 സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള, സ്കാലപ്പിങ് മാത്രമല്ല വൺ സൈഡ് നല്ല ഇതുണ്ടോ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ സ്കാലപ്പിങ് കൂടാതെ നല്ല ഭംഗിയുള്ള വർക്ക്, നമ്മൾ ആ യോക്ക് പോർഷനിൽ വർക്ക് വരുന്ന വർക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഇതിലെല്ലാം ദുപ്പട്ടയിൽ ഓൾ ഓവർ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിട്ടുള്ള സെയിം ടോണിൽ വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ടോപ്പും ബോട്ടവും ദുപ്പട്ടയും എല്ലാം സെയിം കളറിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം നല്ല ലുക്ക് തരുന്ന അതേ ഇതിൽ തന്നെ വരുന്നതാണ്. തലയിലൂടെ ഇടേണ്ടവർക്കാണെങ്കിലും നല്ല ഒരു ഫീൽ തരുന്നതാണ്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും. ഫസ്റ്റ് കളർ വരുന്നത് പിസ്ത ഗ്രീൻ 1140 1140 ആണ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ്. നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഒനിയൻ പിങ്കിൻ്റെ ലൈറ്റ് കളറ് അതിൽ അങ്ങനെ വരുന്നു. ഇതിൽ ടോപ്പും ഉള്ളിൽ തന്നെ ഇതിൻ്റെ ബോട്ടവും ലൈനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ അതേ ഡിസ്ക്രിപ്ഷനിലാണ് വരുന്നത്. ഇങ്ങനെ വരും അതിൻ്റെ വർക്ക്. ഇങ്ങനെ വരും നല്ലൊരു കളറ്. അതിൻ്റെ ദുപ്പട്ട സെയിം സ്പെസിഫിക്കേഷൻസ് എല്ലാമുള്ള ദുപ്പട്ട, 2 സൈഡ് സ്കാലപ്പിങ്ങും പിന്നെ കൂടാതെ ഈ ഔട്ടർ സൈഡിലേക്ക് നമ്മൾ ഈ ഇടുന്ന വശത്ത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഉണ്ട്. ഇങ്ങനെ വരും. ദുപ്പട്ടയുടെ പീസ് ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഓൾ ഓവർ നല്ല അത്യാവശ്യം നല്ല വിടുത്തും ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ ഇത് മാറിപ്പോവാതിരിക്കാൻ അങ്ങനെ. നെക്സ്റ്റ് വരുന്നത് അതിൽ മൂന്നാമത്തെ കളറ് ലാവെൻഡർ ഷെയ്ഡാണ്. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബ്രൈറ്റ് കളേഴ്സ് അല്ല എങ്കിലും നല്ലൊരു പേസ്റ്റൽ ടച്ച് വരുന്ന നല്ല ഭംഗിയുള്ള വർക്ക്, സിമ്പിളായിട്ട് സിമ്പിൾ ആൻഡ് എലഗൻ ലുക്ക് വരുന്ന സെറ്റ്സാണ്. ജോർജറ്റിൽ വരുന്നു. ഇങ്ങനെ അതിലും ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ടയും ഇതിൻ്റെ ലൈനിങ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. 2 സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള നല്ല, നമ്മൾ ഈ ഒരു റേറ്റിന് ശരിക്കും നല്ല ഒരു വർത്താണിത്. 1140 1140 രൂപയ്ക്കാണ് നല്ലൊരു സെറ്റ്. ഇങ്ങനെ വരുന്നു. ജോർജറ്റിൽ നമുക്ക് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ളത് തന്നെയാണ്. ഇങ്ങനെ വരുന്നു. ഇനി അടുത്ത കളർ വരുന്നത് നമ്മുടെ സുന്ദരി കളർ. നമ്മൾ ആ സുന്ദരി ഗ്രീൻ എന്ന് പറയില്ലേ, ആ ഒരു ഗ്രീൻ ട്രെൻഡിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടവർക്ക് അറിയാം. ആ ഒരു പീക്കോക്കിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് കളറായിട്ട് വരുന്ന പേരറിയാത്ത സുന്ദരി കളർ. ഇങ്ങനെ വരുന്നു. അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ. ആ ഒരു സെയിം പാറ്റേണിൽ സെയിം ഫാബ്രിക് നമ്മൾ ആദ്യം കണ്ട അതിൻ്റെ അതേ മോഡലിൽ ദുപ്പട്ട, 2 സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇങ്ങനെ വരുന്നു. അപ്പോൾ അതും ജോർജറ്റ് ഫാബ്രിക്കിൽ മിക്സഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഫസ്റ്റ് മൊഡാൾ സിൽക്കിൽ തുടങ്ങി, പിന്നെ ബാട്ടിക് കോട്ടണിൽ വന്നു, ഹക്കോബയിൽ ബാട്ടിക് പ്രിൻറ്റ്, പിന്നെ നമ്മൾ ജോർജറ്റിൽ വെറൈറ്റീസ് കണ്ടു, ബ്രാസോ ദുപ്പട്ട വരുന്ന കണ്ടു. ഇനി നമ്മൾ ലാസ്റ്റ് വരുന്ന കോട്ടൺ ലവേഴ്സ് വിഷമിക്കേണ്ട ദാ കോട്ടണിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് കോട്ടണിൽ 3 പീസ് സെറ്റ്, ടോപ്പ് ബോട്ടം. ദുപ്പട്ട വരുന്നത് ഷിഫോണിലാണ്. അപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ടാസാണ് വരുന്നത്. ടോപ്പ് 2.45 2.45, ചിലത് 2.5 ഉണ്ടാവും, എന്നാലും ബോട്ടം 2.5 മീറ്റർ. ഇതിൽ നമുക്ക് ടോപ്പും ബോട്ടവും പ്രിൻ്റാണ് വരുന്നത്. അപ്പോൾ ഇനി പ്ലസ് സൈസ് ഉള്ളവർക്കും ഒട്ടും വിഷമിക്കേണ്ട, ബോട്ടം 2.5 ഉള്ളതുകൊണ്ട് സ്ലീവിന് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് പാറ്റേൺ ചെയ്യാൻ പറ്റും. പിന്നെ ദുപ്പട്ട വരുന്നത് 2.35, അത് ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ കോട്ടൺ സെറ്റ് ഹാൻഡ് ബ്ലോക്കിൽ റേറ്റ് വരുന്നത് 1160 1160 1160 ഹാൻഡ് ബ്ലോക്കിൽ നല്ല സെറ്റ് വരുന്നത്. കോട്ടൺ ആണ്. ഇങ്ങനെ വരും. ഇങ്ങനെ നമ്മളതിൻ്റെ ആ സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ശരിക്കും ഈ ബോർഡർ പോർഷൻ പോലെ ഇങ്ങനെയുണ്ട് താഴെ ബോർഡർ. ആ ബോർഡർ കട്ട് ചെയ്ത് താഴെ വെക്കുക നല്ലത്. സ്ലീവിന് അറ്റത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെക്കാൻ കിട്ടും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക നല്ലത്. അല്ല, ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ തിരിച്ചിങ്ങനെ വരണം അല്ലേ. ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ ഈ പൈൻ ട്രീസ് ഇങ്ങനെ വരുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ ബോർഡർ കട്ട് ചെയ്തിട്ട് താഴേക്ക് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ സ്ലീവിൻ്റെ അറ്റത്ത് മാത്രമായിട്ട് വെക്കാം. ഇതാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വരുന്നത് കണ്ടോ, സെയിം കളർ ടോണിൽ നല്ല പ്രിൻറ്റ് വരുന്ന ബോട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇനി തിരിച്ച് നിങ്ങൾക്ക് ബോട്ടം അങ്ങനെ ചെയ്യണമെങ്കിൽ അതും ആവാം, അല്ലെങ്കിൽ 2 ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം. ഇത് ശരിക്കും ബോട്ടം ചെയ്തിട്ട് സ്ലീവിലേക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, പ്ലസ് സൈസുള്ളവർക്ക്. അപ്പോൾ ചെയ്യാം. ഇനി അതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടതല്ല, സോഫ്റ്റ് ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത്. 2.35 1160 1160 ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നമ്മൾ ഒരുപാട് ഹെവി ദുപ്പട്ടയൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ നല്ല സോഫ്റ്റായ ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത്, ഇങ്ങനെ സെയിം ടോണിൽ. അപ്പോൾ കോട്ടൺ ലവേഴ്സിന് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെറ്റ്. അപ്പോൾ ഫസ്റ്റ് കണ്ടത് നമ്മൾ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ,
ഇങ്ങനെ വരുന്നു അത്. ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു റെഡ്, നല്ല റെഡ് കളറിൽ, കുത്തുന്ന റെഡൊന്നും അല്ല, നല്ല ഭംഗിയിൽ നിൽക്കും. ഇതാ ഇങ്ങനെ വരുന്നു. ഹാൻഡ് ബ്ലോക്ക് ആണ്, ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തതാണ്, കോട്ടൺ ആണ്. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നിങ്ങളനുസരിച്ച് സെറ്റ് ചെയ്തോളൂ കേട്ടോ. തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇതാ ഇങ്ങനെയാണ്. ഇതിങ്ങനെ ടോപ്പ് വരും, ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ്. ഇങ്ങനെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ബോട്ടം വരും. ദുപ്പട്ട വരുന്നത് ആ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടെ ഡിസൈൻസ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഷിഫോൺ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരും. അപ്പോൾ അവർ ഡാർക്ക് കളേഴ്സ്, റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ. കോട്ടൺ ആണ്, ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ, നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. സെയിം സൈസ് കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഇങ്ങനെ വരുന്നു തേർഡ് സെറ്റ്. അപ്പോൾ ഇത് ബാട്ടിക്ക് അതിലൊക്കെ നിങ്ങൾക്ക് കോട്ടണിൽ ഏതാണ്, ഇപ്പോൾ കോട്ടൺ ലവേഴ്സ് കോട്ടണിൽ വേണ്ടി ഓപ്റ്റ് ചെയ്യുമ്പോൾ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ, ആ പ്രിൻറ്റിൽ ഇങ്ങനെ വരുന്നു. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു. കാഷ്വൽ വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വരുന്നു കോട്ടൺ. അത് ലൈനിങ് ഓപ്ഷണലാണ്. നമ്മൾ ഇങ്ങനെ വരുന്നു. നമ്മൾ കോട്ടൺ നമ്മൾ നോർമൽ യൂസ് ചെയ്യാറുള്ള അതേ കോട്ടണിൽ തന്നെ ലൈനിങ് ആയിട്ട് വെച്ച് ഉപയോഗിക്കാം. ഇനി വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെ ആവാം. ഒരുപാട് തിക്ക് ആൻഡ് ഹെവി അല്ല. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നതും നല്ല ഒരു റെഡിഷ് മെറൂൺ, നമ്മൾ റെഡ് കലർന്ന മെറൂൺ എന്ന് പറയില്ലേ, റെഡിൻ്റെ ജസ്റ്റ് ഒരു ഡാർക്ക്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ അതിൻ്റെ ഫ്ലോറൽ ഡിസൈൻ ഇങ്ങനെ താഴോട്ട് തിരിച്ച് വരാം അല്ലേ. ഇങ്ങനെ വരും. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഈ ടൈപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡിസൈൻ തിരിഞ്ഞു പോകും. അത് ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ ടൈപ്പിൽ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ സൈഡ് തിരിഞ്ഞു പോകും താഴോട്ടും മുകളിലിട്ട്. പ്രശ്നമൊന്നുമില്ല, എത്ര ശ്രദ്ധിച്ചാലേ അറിയുള്ളൂ. ഇതെങ്ങനെ വരുന്നു. അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ. ശരി, ഇതൊരു സ്ലീവിനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. സ്ലീവിന് കിട്ടും അതിൽ. പ്ലസ് സൈസുള്ളവർക്ക് അങ്ങനെ അതിൽ നിന്ന് സ്ലീവ് എടുത്താൽ മതി. 2.5 മീറ്റർ ഉണ്ടല്ലോ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ 1160 രൂപയ്ക്ക് നല്ല ഭംഗിയുള്ള കോട്ടൺ സെറ്റ്. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസ് നമ്മൾ ഓർഡർ എടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് ഇതിന് മുമ്പത്തെ വീഡിയോസ് നമ്മൾ ചെയ്തത് ഇപ്പോൾ അങ്ങ് ജസ്റ്റ് അയച്ച് ആവുന്നേ ഉള്ളൂ. 1-2 കൂടെയൊക്കെ പെൻഡിങ് ഉണ്ട്, നമ്മൾ സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു പ്രൊഡക്ഷനൊക്കെ താമസം വരുന്നത് കൊണ്ടാണ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത കുർത്തീസിൻ്റെ വീഡിയോസും കൂടി ഇടുന്നത്. അപ്പോൾ അത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി റെഡി ടു വെയർ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റും. അതിൽ സൈസ് കാര്യങ്ങൾ നമ്മുടെ ഓൺ സൈസിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് കൺഫേം ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോസ് വരുന്നത്. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ നാളെ ഉണ്ടാവും. നമുക്ക് വീണ്ടും വ്യത്യസ്തമായ വീഡിയോസുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലീജി.